വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രീസിഡൻ്റാണ് തന്നെ അത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ബസ്സിലെ പാസഞ്ചേഴ്സ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അവർ എങ്ങനെയാ അവിടെ ആജ്ഞയ്ക്കനുസരിച്ച് ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചല്ലോ വിനു. അതിനൊരു എക്സ്പ്ലനേഷൻ പറയാനുള്ളത്, ഈ മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ലേണഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. അതായത് പഠിപ്പിക്കപ്പെട്ട നിസ്സഹായ അവസ്ഥ. നിങ്ങളൊരു നായയെ കെട്ടിയിട്ടിട്ട് ആ ചരടിൻ്റെ ദൂരത്തിനപ്പുറത്ത് ഭക്ഷണം വെക്കുകയാണ് എന്നും, അതിന് ആ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. ആത്യന്തികമായിട്ട് അത് റിയലൈസ് ചെയ്യും, എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ ആ കെട്ടഴിച്ചു വിട്ടാലും ആ ഭക്ഷണം കഴിക്കാൻ നായ മുതിരുകയില്ല. കാരണം അതിനറിയാം അതിന് കഴിയുകയില്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ അധിവസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ എന്നും ഇപ്പം സിദ്ധാർത്ഥൻ്റെ മരണവും ഇവിടെ വിവരിക്കപ്പെട്ട നിരവധി അനുഭവങ്ങളൊക്കെ കണ്ണിൽ കാണുമ്പോൾ പ്രതികരിച്ചിട്ടും കാര്യമില്ല, പ്രതികരിക്കാൻ കഴിയുകയില്ല. പ്രതികരിച്ചാൽ മാനിക്കുന്നതിനെക്കാട്ടിലും മാനിക്കുന്ന വ്യക്തികളല്ല, അത്രയ്ക്ക് പ്രബലരായിട്ടുള്ള എതിരാളികളാണെന്ന് പൂർണ്ണ ബോധ്യം വരുമ്പോൾ ആജ്ഞയ്ക്കനുസരിച്ച് ഇറങ്ങി പോകുക എന്നുള്ളതല്ലാതെ അത് കേരളത്തിൻ്റെ സൊസൈറ്റൽ കണ്ടക്റ്റിൽ, സോഷ്യൽ ബിഹേവിയറിൽ പ്രകടമായി കണ്ടുവരുന്നൊരു മാറ്റമാണ്. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും, ഡൽഹിയിലൊക്കെ 10-20 വർഷമായിട്ട് ജീവിക്കുന്ന എനിക്ക് പലപ്പോഴും പബ്ലിക് സ്പേസിൽ കാണാൻ കഴിയുന്നത് ഒരു ബൈസ്റ്റാൻഡർ എഫക്റ്റാണ്. ഒരാൾ വീഴുകയാണ് എന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് എടുക്കാൻ വരെയും ആൾക്കാർ മടിക്കും. പക്ഷേ കേരളത്തിൻ്റെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മെ വ്യത്യസ്തമാക്കിയിരുന്നത് അതിനുവേണ്ടി ആളുണ്ടാകും. ഒരു അനീതി കണ്ടാൽ തൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ചോദ്യം ഉയർത്തുവാൻ ധൈര്യം കാണിക്കുന്ന വ്യക്തികളെ കൊണ്ട് സമ്പന്നമായ ഒരു പൊതുസമൂഹമാണ് നമ്മുടേത്. പക്ഷേ എന്തു ചെയ്യാം, കാലാകാലങ്ങളായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കണ്ട് പ്രതികരിക്കുന്നവൻ അതിൻ്റെ ദുരിതഫലം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ അത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ട നിസ്സഹായതയുടെ ഒരു ഇരകളായി മാറിയതുകൊണ്ടാകാം ഇത്തരത്തിൽ ജനങ്ങൾ ആജ്ഞയ്ക്കനുസരിച്ച് നിയമവിരുദ്ധമായൊരു തിട്ടൂരത്തിനെ പിന്തുടർന്നുകൊണ്ട് ഇറങ്ങിപ്പോകാൻ സന്നദ്ധരായത്. ചെറിയ ദൂരമായതുകൊണ്ടല്ല കേരളീയരുടെ പ്രതികരണ പരത എന്നുള്ളത് അനീതിക്കെതിരെയുള്ളതാണ്, അതിൻ്റെ കോൺസിക്വൻസിനെ മെഷർ ചെയ്തിട്ടല്ല. അങ്ങനെ എപ്പോഴും പ്രതികരിച്ചിരുന്ന സമൂഹം ഇത്തരത്തിൽ ആജ്ഞയ്ക്കനുസരിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അതൊരു ലിറ്റ്മസ് ടെസ്റ്റാണ്. എത്രത്തോളം നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ അധികാരികൾക്ക് വിധേയമായി യാത്ര ചെയ്യുവാൻ പഠിച്ചിരിക്കുന്നു. ആ ഒരു ലേണഡ് ഹെൽപ്ലെസ്നെസ് നമ്മൾ പ്രകടിപ്പിക്കുന്നതായിരിക്കാനേ വഴിയുള്ളൂ. ശേഷം ജോസഫ് സി മാത്യു, ജന്മിത്തം